എൻ്റെ വിഷയം ഞാനിവിടെ കൊടുത്തിരിക്കുന്നു, നാർസിസിസ്റ്റിക് ഫെയ്ത്ത് സിസ്റ്റംസ്, നാർസിസിസ്റ്റിക് വിശ്വാസ രൂപങ്ങൾ എന്ന് മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ വ്യക്തികളെന്ന നിലയിൽ കൊച്ചു നാർസിസിസ്റ്റുകളാണ്. പ്രത്യേകിച്ചിട്ടും ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവാനുള്ള അവസരം കുറെ കൂടി കൂടുതലാണ്. നമുക്ക് പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റാം, അതിൽ ആളുകൾ ലൈക്ക് അടിക്കുന്നത് കണ്ട് സ്വയം ആരാധന തോന്നാം. ഏറ്റവും മനോഹരമായ പ്രൊഫൈൽ പിക്ചറുകൾ നമുക്ക് ഇട്ടുകൊണ്ട് നാം യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനേക്കാൾ വലുതാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാം. ഇതൊക്കെ നാർസിസിസത്തിന്റെ കൊച്ചു ഉദാഹരണങ്ങളാണ്. പക്ഷേ നാർസിസിസം എന്നത് ഒരു മനഃശാസ്ത്ര പദമാണ്. ഒരു മനഃശാസ്ത്ര ഒരു അവസ്ഥ എന്ന നിലയിൽ നാർസിസിസം ഒരു പാത്തളോജിക്കൽ അല്ലെങ്കിൽ രോഗലക്ഷണപരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് അപകടകരമാണ് എന്ന് ആണ് മനഃശാസ്ത്രത്തിലെ സാഹിത്യമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ വിശ്വാസരൂപങ്ങളുടെ നാർസിസിസം ഒരുപക്ഷെ ഇന്ന് ഒരു പാത്തളോജിക്കൽ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് തന്നെ. അതിന്റെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഈ ദിനം പോലും. അതുകൊണ്ട് തന്നെ ഈ നാർസിസിസം വിശ്വാസരൂപങ്ങൾക്കുണ്ടാവുമ്പോൾ എത്രമാത്രം അപകടകരമാണ് എന്ന് പറയുവാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് ഞാൻ ഈ അവതരണത്തെ കാണുന്നത്. ഞാൻ ചില പദങ്ങൾ പരിചയപ്പെടുത്താം. ഈ വിശ്വാസ കൂട്ടങ്ങൾ എന്ന് പറയുന്നത് മതങ്ങളാവാം, പ്രത്യയശാസ്ത്ര സംഘങ്ങളാവാം, പാർട്ടികളാവാം, ആൾക്കൂട്ടങ്ങളാവാം. അവർക്ക് അവകാശപ്പെടുന്നത് അവർ പ്രത്യേകമാണ്. ഐ എം സ്പെഷ്യൽ, ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും, ഉച്ചത്വവാദം. എല്ലാ മതങ്ങളും അതാണ്, സംഘടിത മതങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില അവകാശങ്ങളുണ്ട്, എൻടൈറ്റിൽമെന്റ്. ഞാൻ ഈ വാക്കുകളൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഗ്രാൻഡിയോസിറ്റി, എൻടൈറ്റിൽമെന്റ്. ഈ എൻടൈറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അവകാശവാദങ്ങൾ, നമുക്ക് ഇല്ലാത്ത എന്തോ ഒന്ന് ഉണ്ട് എന്ന് അവകാശപ്പെട്ടതാണ് എന്ന് തോന്നൽ. ഈ അവകാശവാദങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുമ്പോഴോ ഒക്കെ കാണുന്ന ഒരു റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് റേജാണ്. അതാണ് നമ്മളിപ്പം ഈ ശബരിമല ഇഷ്യൂലൊക്കെ കാണുന്നത്. ശബരിമലയിൽ മാത്രമല്ല, സംഘടിത മതങ്ങൾക്കുണ്ടെന്ന് അല്ലെങ്കിൽ സംഘടിത കൂട്ടങ്ങൾക്കുണ്ടെന്ന് തോന്നുന്ന ഈ എൻടൈറ്റിൽമെന്റ്സ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉള്ള റിയാക്ഷൻ റേജാണ്, അമിതമായ ഒരു രോഷപ്രകടനമാണ്. ഈ കൂട്ടത്തിന്റെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി വിശ്വാസികളോട്, ആ കൂട്ടത്തിലുള്ളവരോട് ഈ സംഘടിത കൂട്ടങ്ങൾ ചെയ്യുന്നത് മാനിപ്പുലേഷനാണ്. നാർസിസിസത്തിന്റെ മറ്റൊരു ടെക്നീക്കാണ് മാനിപ്പുലേഷൻ. മറ്റുള്ളവരെ എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതാണ് മാനിപ്പുലേഷൻ. ഇതിലൊക്കെ പൊതുവിൽ കാണുന്നത് സഹാനുഭൂതിയില്ലായ്മയാണ്, ലാക്ക് ഓഫ് എംപതി. പൊതുവിൽ ഇതൊക്കെയാണ് ഒരു നാർസിസിസ്റ്റിന്റെ, അതായത് നാർസിസിസം എന്നത് ഒരു പാത്തളോജിക്കൽ അവസ്ഥയിലേക്ക് എത്തിയാൽ ഉള്ള ചില ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ് ഞാൻ പറഞ്ഞതൊക്കെ. ഇത് ഞാൻ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം 2013 ഇന്റർവ്യൂവിൽ, ഒരു ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്നെടുത്ത ഒരു ഉദ്ധരണിയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വന്തം രാജസഭാംഗങ്ങളുടെ മുഖസ്തുതി കേട്ട് കോരിത്തരിക്കുന്ന നാർസിസിസ്റ്റുകളായിരുന്നു പലപ്പോഴും സഭാധ്യക്ഷന്മാർ. ഈ രാജധാനി പാപ്പാ ഭരണ സംവിധാനത്തിന്റെ കുഷ്ഠരോഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പോപ്പിന് പോലും
ഈ അദ്ദേഹം രാജ കോർട്ടിയേഴ്സ് എന്ന് പറയുന്നത് ഈ ബിഷപ്പുമാരും മറ്റും അടങ്ങുന്ന ആ ഒരു സംവിധാനത്തെയാണ് അദ്ദേഹം കോർട്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ നാർസിസത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ നാർസിസിസം എന്നത് കത്തോലിക്ക സഭയുടെ തന്നെ നാർസിസത്തിനോടുള്ള സൂചനയാണ് എന്ന് വായിക്കാൻ പറ്റും. എന്താണ് നാർസിസിസം എന്നത്? സാധാരണഗതിയിലൊരു നമ്മൾ മലയാളത്തിൽ ആത്മാനുരാഗം എന്നോ ആത്മരതി എന്നൊക്കെ വിവർത്തനം ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതൊരു മനഃശാസ്ത്ര പദമായിട്ടാണ്, മനഃശാസ്ത്രത്തിലെ ഒരു പദമായിട്ടാണ്. ഫെയ്ത്ത് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെയ്ത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതെന്തും ആവാം. വിശ്വാസം കൂട്ടം സംഘടിത മതങ്ങളാവാം, രാഷ്ട്രീയ സംഘങ്ങളാവാം, പ്രത്യയശാസ്ത്ര സിസ്റ്റംസ് ആവാം. ബേസിക്കലി ഈ വിശ്വാസ രൂപങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെളിവുകളില്ലാത്ത വാദങ്ങൾ, പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘങ്ങളെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഈ മതവിശ്വാസം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു തരം സാന്താക്ലോസ് കഥ മാത്രമാണ്. സാന്താക്ലോസ് യഥാർത്ഥത്തിലില്ല, പക്ഷെ അത് പറഞ്ഞിട്ടാണ് കുട്ടികളെ പറ്റിക്കുന്നത്. അതായത് നല്ല കുട്ടികളും ചീത്ത കുട്ടികളും എന്നാണ് രണ്ട് തരത്തിലുള്ള കുസൃതി കുട്ടികളും നല്ല കുട്ടികളും. നല്ല കുട്ടികൾക്ക് രാത്രികാലങ്ങളിൽ, ഉത്സവകാലത്ത് രാത്രികാലങ്ങളിൽ വന്ന് സമ്മാനങ്ങൾ നൽകുന്ന സാന്താക്ലോസ്. നല്ലതല്ലാത്ത കുട്ടികൾക്ക്, കുസൃതി കുട്ടികൾക്ക് കൽക്കരി കട്ടകൾ സമ്മാനമായി കൊടുക്കുന്ന സാന്താക്ലോസ്. യഥാർത്ഥത്തിൽ സാന്താക്ലോസ് ഉണ്ടോ? ഇല്ല. സാന്താക്ലോസ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ സമ്പന്നരായ കുട്ടികൾക്ക് എപ്പോഴും വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കിട്ടുമ്പോൾ സമ്പന്നരല്ലാത്ത കുട്ടികൾക്ക് വല്ല ചോക്ലേറ്റോ മിഠായി മാത്രമേ കിട്ടുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ പറ്റിക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പാരന്റ്സ് ആണ്. അപ്പം കഥയില്ലാത്ത, യുക്തിയില്ലാത്ത, തെളിവില്ലാത്ത ധാരണകളെയാണ് ഞാനിവിടെ വിശ്വാസം സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. വിശ്വാസിക്ക് വിശ്വാസം എന്നത് ഒരു പടച്ചട്ടയാണ്. എല്ലാ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സുനിശ്ചിതത്വത്തിന്റെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കുന്നത് വിശ്വാസമാണ്. ഒരുപക്ഷെ വളരെ അപൂർവമായി യുക്തിചിന്തയെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഈ സുരക്ഷാ കവചം ഉപേക്ഷിച്ചവരാണ് നമ്മളിൽ പലരും ഇവിടെ. അത്തരം ആളുകൾ ഒഴികെ ബാക്കി ഒരുപക്ഷെ മഹാഭൂരിപക്ഷവും ഈ വിശ്വാസത്തിന്റെ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ സുരക്ഷാ കവചം സ്വയം സ്വീകരിക്കുന്നവരോ അല്ലെങ്കിൽ ആ സുരക്ഷാ കവചത്തിൽ ജനിച്ചു വീണവരോ ആണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ വിശ്വാസ പ്രമാണങ്ങൾക്കകത്ത് ജനിച്ചു വളർന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം എന്തുമാവാം. അത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാവാം, മതമാവാം, വ്യക്തിപരമായിട്ടുള്ള ഇപ്പം ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത്, പ്രമാണങ്ങളും ആവാം വിശ്വാസം. ഈ വിശ്വാസ രൂപങ്ങളിലെ ഏറ്റവും ശക്തവും പാരമ്പര്യമുള്ളതുമായ ഒന്നാണല്ലോ മതവിശ്വാസം എന്നത്. നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചു വളർന്നവരാണ് താൻ. അങ്ങനെ കഴിയാത്തവർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ കവചം ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് അവർ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. എന്താണ് കോഗ്നിറ്റീവ് ഡിസണൻസ്? എ സിറ്റുവേഷൻ ഇൻവോൾവിംഗ് കോൺഫ്ലിക്റ്റിംഗ് കോഗ്നിഷൻസ്. അത് എന്തുമാവാം. അതായത് പരസ്പരം പൊരുത്തമില്ലാത്ത രണ്ടോ അതിലധികമോ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാവുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും കോഗ്നിറ്റീവ് ഡിസണൻസ് നേരിടുന്നവരാണ്. അതിനൊക്കെ നമ്മൾ മറികടക്കുന്ന രീതികളുണ്ട്. ഒരു ഉദാഹരണം, കോഗ്നിറ്റീവ് ഡിസണൻസിന്റെ ഒരു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു പുകവലിക്കുന്ന അയാൾക്ക് പുകവലിയോട് ഇഷ്ടമാണ്. അത് അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അയാളുടെ ഒരു ബിഹേവിയറാണ് പുകവലിയോടുള്ള അയാളുടെ ഇഷ്ടമെന്നത്. പക്ഷേ അതേസമയം തന്നെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അയാൾക്ക് ബോധ്യവുമുണ്ട്. അയാൾക്കറിയാം, തെളിവുകൾ അതാണ് കാണിക്കുന്നത്, അയാൾക്കറിയാം. പക്ഷേ അയാൾ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? ഒന്നുകിൽ പറയാം, പുകവലി എന്റെ വീട്ടിന്റെ അടുത്തുള്ള കൃഷ്ണേട്ടൻ ഇപ്പൊ 83 വയസ്സായി, അയാൾ ഇപ്പോഴും ചെയിൻ സ്മോക്കറാണ്, എന്നിട്ട് അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയാം. അതിൽ നമുക്കൊരു രക്ഷ കിട്ടും, ഒരു പാറ്റേൺ ആയി.
നമ്മളുടെ ഈ പൊരുത്തക്കേടിനെ ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മതിയായ തെളിവുകളൊന്നും ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയാനൊന്നും ഇതുവരെ ആയിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം ഞാൻ അത്രയൊന്നും പുകവലിക്കാറില്ല, ഒരു 3-4 സിഗരറ്റുകൾ ദിവസം വലിക്കും, അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കോഗ്നിറ്റീവ് ഡിസണൻസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ്. ഒരു എക്സ് എന്ന മതം, ഒരു പരമ്പരാഗത മതത്തെ ഞാൻ മതത്തിന്റെ പേരൊന്നും പറയില്ല, ഏത് മതവുമാവാം, ഏത് മതമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര രൂപമോ എന്തുമാവാം. പക്ഷെ മതം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, മതമാണ് ഈ വിശ്വാസ രൂപങ്ങളിൽ ഏറ്റവും പ്രബലമായതും പാരമ്പര്യമുള്ളതും എന്നതുകൊണ്ടാണ് ഞാൻ മതത്തിന്റെ ഒരു ഉദാഹരണം പറയുന്നത്. അങ്ങനെ എക്സ് എന്ന മതത്തിലെ ഒരു വൈ എന്ന ആധുനികനായ വിശ്വാസിയെയും നമ്മൾ സങ്കല്പിക്കുക. അയാൾക്ക് അയാളെ മതം, അയാളെന്ന് പറയുന്നതിൽ അവളുമുണ്ട്. മതം പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാണ്, നന്മയാണ്, കാരുണ്യമാണ് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ എക്സ് എന്ന മതത്തിലെ വൈ എന്ന ആധുനികനായ വിശ്വാസി കാണുന്നത് ദുരന്തങ്ങളും പ്രളയങ്ങളും ഭൂകമ്പങ്ങളും സുനാമിയും ഒക്കെയാണ്. അപ്പം ഇന്നൊരു പക്ഷേ ദൈവത്തെപ്പോലെ കഴിവുള്ള, അതിരില്ലാത്ത വിഭവങ്ങളുടെ ഉടമയും കാരുണ്യവാനും കരുണാനിധിയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി, മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എന്തുമാത്രം നന്മ ലോകത്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ബോധ്യം അയാൾക്കുണ്ട് താൻ. അപ്പം ഇതുണ്ടാക്കുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ്, അതായത് ദൈവം നന്മയാണ്, സ്നേഹമാണ്, കാരുണ്യമാണെന്ന് പറയുന്നു, പക്ഷേ ജീവിതത്തിൽ നടക്കുന്നത് ആ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നതല്ല എന്ന് വന്നാൽ എന്താണ് വിശ്വാസിയായ ഈ വൈ ചെയ്യുന്നത്? ഈ വിശ്വാസി അനുഭവിക്കുന്നത് കോഗ്നിറ്റീവ് ഡിസണൻസ് ആണ്. ഈ കോഗ്നിറ്റീവ് ഡിസണൻസിനെ മറികടക്കുന്നത് എങ്ങനെയാണ് വിശ്വാസി? കൂടുതൽ ശക്തമായി ആ വിശ്വാസത്തിന്റെ നെറേറ്റീവിലേക്ക് വീണ്ടും പോയിക്കൊണ്ടാണ്, കൂടുതൽ അയാളുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ്. അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ന്യായീകരണങ്ങൾ, ഇപ്പം ഞാൻ അത്ര ഒന്നും പുകവലിക്കാറില്ല, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സങ്കല്പമൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസത്തിന്റെ നെറേറ്റീവിലേക്ക് തിരിച്ചു പോകുന്നത്. മതങ്ങളെപ്പോലുള്ള ഈ വിശ്വാസ പാരമ്പര്യങ്ങൾ വിശ്വാസികളെ വരുതിയിലാക്കുന്നത് എങ്ങനെയാണ്? ബ്രെയിൻ വാഷിങ്ങിലൂടെയാണ്. എന്താണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്? അതായത് ഒരു വിശ്വാസ രൂപം, ആ വിശ്വാസ രൂപത്തിന്റെ നെറേറ്റീവ്, ആഖ്യാനം അതിന്റെ വിശ്വാസിയുടെ മസ്തിഷ്കത്തിൽ സ്ഥാപിക്കുന്നതോടുകൂടിയാണ്. അതാണ് ബ്രെയിൻ വാഷിംഗ്. ഈ വിശ്വാസിയുടെ മസ്തിഷ്കത്തിനകത്തേക്ക് ഇതങ്ങ് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ ചോദ്യം ചെയ്യുന്ന വിശ്വാസിയെ, ചോദ്യം ചെയ്യുന്ന ആളെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ അയാളെ ഡീഹ്യൂമനൈസ് ചെയ്യുക എന്നതാണ്. അതാണ് എപ്പോഴും വിശ്വാസ രൂപങ്ങൾ ചെയ്യുന്നത്. അത് ഏതിലായാലും, പാർട്ടിയിലായാലും മതത്തിലായാലും ഒക്കെ നടക്കുന്നത് ആദ്യം ഡീഹ്യൂമനൈസ് ചെയ്യുക. ഡീഹ്യൂമനൈസ് ചെയ്യാനുള്ള പല ടെക്നിക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് അയാളെ ക്രിമിനലാണെന്ന് പറയാം. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സൗദി അറേബ്യയിൽ നിരീശ്വരവാദം എന്നത് ടെററിസമാണ്. അവിടെ അങ്ങനെയാണ് അതിന്റെ ആഖ്യാനം. നിരീശ്വരവാദം എന്നത്, എത്തീസം ടെററിസമാണ്. നമുക്കറിയാം, പഴയ സോവിയറ്റ് യൂണിയനിൽ ഒക്കെ നടന്ന ഭീകരവാഴ്ചകളുടെ കഥകളൊക്കെ വായിച്ചാൽ അറിയാം. പലപ്പോഴും ഈ സോവിയറ്റ് യൂണിയന്റെ അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രമാണങ്ങൾ ചോദ്യം ചെയ്യുന്ന വിമതരെ, ഡിസെൻഡിങ് വോയിസസ്, വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തിയത് പലപ്പോഴും അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ തലക്കെന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ്. ഒരുപക്ഷെ സൈക്കോളജിയെ ഇത്രമാത്രം ദുരുപയോഗം ചെയ്ത ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെയും മറ്റും കാലത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത്. നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം, സംഘമാവാം, ഏകാധിപതിയാവാം, നേതാവാം, ആരുമാവാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ ഒരർത്ഥത്തിൽ നാർസിസിസ്റ്റുകളാണെങ്കിൽ പോലും നാർസിസിസം ഒരു പാത്തോളജിയുടെ ലെവലിലേക്ക് എത്തുമ്പോൾ, രോഗലക്ഷണത്തിന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ, അത് അയാൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഒരു മനഃശാസ്ത്ര പ്രശ്നമായിട്ട് മാറുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആൻഡേഴ്സ് ബെയറിംഗ് ബ്രേവിക് 2011 ജൂലൈ 22
നോർവേയിലെ തലസ്ഥാനമായ ഓസ്ലോക്കടുത്തുള്ള ഒരു ദ്വീപിൽ വെച്ച് അവിടുത്തെ ലേബർ പാർട്ടിയുടെ യൂത്ത് വിങ്, വർക്കേഴ്സ് യൂത്ത് വിങ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഡിവൈഎഫ്ഐന്നോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അവരുടെ ഒരു സമ്മർ ക്യാമ്പ് അവിടെ ഓസ്ലോക്കടുത്തുള്ള ദ്വീപിൽ നടക്കുകയായിരുന്നു. ആ ദ്വീപിൽ പോയി 69 യുവാക്കളെ അടക്കം 77 പേരെ കൊലപ്പെടുത്തിയ തീവ്ര വലതുപക്ഷ ഭീകരവാദിയാണ് ഇയാള്. പിന്നെ ഈ ആക്രമണം നടക്കുന്നതിന് അതേ ദിവസം 5700ഓളം ആളുകൾക്ക് 1516 പേജുള്ള തന്റെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയുടെ പേര് 2082 യൂറോപ്യൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഈ മാനിഫെസ്റ്റോ 5700ഓളം പേർക്ക് ഇമെയിലായിട്ട് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ ഭീകരാക്രമണം നടത്തുന്നത്. അതേ ദിവസം കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കോടതി ഇയാളെ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇയാളുടെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി ഒരു മനഃശാസ്ത്ര സംഘത്തെ നിയോഗിക്കുന്നു. ആ ആദ്യത്തെ മനഃശാസ്ത്ര സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാൾക്ക് പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗമാണ് ഉള്ളത് എന്നാണ്. രണ്ടാമതൊരു സംഘത്തെ കൂടി അയക്കുന്നു. ആ സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാർസിസിസം എന്നത് എല്ലാവർക്കും അത്യാവശ്യം കുറേശ്ശൊക്കെ നമുക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അത് ഒരു രോഗലക്ഷണം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതാണ് അയാള് തടവിൽ വെച്ച് അയാൾ പറഞ്ഞു, ഞാനൊരു ഫാഷിസ്റ്റാണ്, ഞാനൊരു നാഷണൽ സോഷ്യലിസ്റ്റാണ്. എന്നിട്ട് അയാളുടെ ഈ കോടതിയിൽ വെച്ച് നടത്തുന്ന നാറ്റ്സി സെല്യൂട്ടാണ് ഈ കാണുന്ന ചിത്രം. നാർസിസിസം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മനഃശാസ്ത്ര പദമാണെന്ന് പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയോടൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും ഒരു ആള് നാർസിസിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് താൻ എന്താണോ അതിനേക്കാളും വലിയതാണ് താൻ എന്ന ഒരു പ്രഖ്യാപനം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് വൺ ഹു ഹോൾഡ്സ് എൻ എക്സാജറേറ്റഡ് വ്യൂ ഓഫ് വൺസ് എബിലിറ്റീസ്. തന്റെ സ്വന്തം കഴിവുകളെക്കുറിച്ച് അമിതമായ വീക്ഷണമുള്ളയാളെ നാർസിസിസ്റ്റ് എന്ന് വിളിക്കാം. നാർസിസിസ്റ്റുകളിൽ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന നാർസിസിസ്റ്റ് ഉണ്ട്, അതായത് പ്രച്ഛന്ന നാർസിസിസ്റ്റ് ഉണ്ട്, കവേർട്ട് നാർസിസിസ്റ്റ് ഉണ്ട്, ഓവേർട്ട് നാർസിസിസ്റ്റ് ഉണ്ട് എന്നൊക്കെ മനഃശാസ്ത്രത്തിൽ പറയും. നമ്മൾ ആ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പലപ്പോഴും നാർസിസിസ്റ്റിന്റെ പ്രധാന ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓവേർട്ട് നാർസിസിസ്റ്റ് പ്രകടമായി അത് ചെയ്തെന്ന് വരും. അതായത് ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സംഭവമാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഉള്ള ചേഷ്ടകളും മറ്റും അയാളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കോവേർട്ട് നാർസിസിസ്റ്റ് ആണെങ്കിൽ കുറെ കൂടി പ്രച്ഛന്നമായിട്ടായിരിക്കും. ഞാൻ ഇരയാണ്, ഞാൻ മറ്റുള്ളവരുടെ ഇരയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവം ആവേണ്ടതായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ മറ്റുള്ള ആൾ എന്നെ ചതിച്ചത് കൊണ്ടാണ്, അവരുടെ ഇരയാണ്. ചില നാർസിസ്റ്റ് വിശ്വാസ രൂപങ്ങൾ, നമ്മളിപ്പം നാർസിസ്റ്റുകളെ കുറിച്ചല്ല പറഞ്ഞത്, നാർസിസ്റ്റ് വിശ്വാസ രൂപങ്ങൾ രണ്ടും ഉണ്ടാവും. അതായത് ആക്രമണോത്സുകത ഒരേ സമയം വളരെ ഗ്രാൻഡിയോസിറ്റി കാണിക്കും, വളരെ ഉച്ചത്വം പ്രകടമായി കാണിക്കും. പക്ഷേ വിമർശനം വന്നു കഴിഞ്ഞാൽ ഉടനെ പ്ലേറ്റ് മാറ്റും, ഉടനെ ഒരു ഇരവാദം ഉന്നയിക്കും. അത് ജൂതന്മാരാണ് അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇരവാദം ഉന്നയിക്കും. ഏതായാലും നാർസിസിസ്റ്റിന്റെ ലക്ഷ്യം സ്വന്തം മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നതാണ്. അതിനുവേണ്ടി പലതരം തന്ത്രങ്ങളും നാർസിസിസ്റ്റ് ഉപയോഗിക്കും. ആ തന്ത്രങ്ങൾ തന്നെയാണ് സംഘടിത വിശ്വാസ രൂപങ്ങൾ പല രൂപത്തിൽ ഉപയോഗിക്കുന്നതും അങ്ങനെ വിശ്വാസികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അവരെ ചതിക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് നാർസിസിസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ടൈം മാഗസിനിൽ 2013 മെയ് മാസത്തിലെ ഒരു കവർ സ്റ്റോറിയാണ്. ആ കവർ സ്റ്റോറിയിൽ ഉള്ള പുതിയ ജനറേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. മീ ജനറേഷൻ ആണ്. അതായത് സ്വന്തം സെൽഫി എടുത്ത് അത് ഇങ്ങനെ പ്രൊഫൈൽ പിക്ചറിൽ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജനറേഷൻ. ആ കവർ സ്റ്റോറിയിലെ ഒരു കോട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്.
1950കളിലൊക്കെ ഒരു അമേരിക്കൻ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് കല്യാണ ഫോട്ടോയോ അല്ലെങ്കിൽ സ്കൂൾ ഫോട്ടോയോ കോളേജ് ഫോട്ടോയോ അല്ലെങ്കിൽ അപൂർവ സന്ദർഭങ്ങളിൽ അതിലെ ആരെങ്കിലും പട്ടാളത്തിൽ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിലിറ്ററി ഫോട്ടോ ഒക്കെ ആയിരിക്കും. ഇപ്പൊ എന്താണ് കാണുന്നത് വെച്ചാൽ ആവറേജ് മിഡിൽ ക്ലാസ് അമേരിക്കൻ ഫാമിലി ടുഡേ വാക്സ് എമിറ്റ് 85 പിക്ചേഴ്സ് ഓഫ് ദെംസെൽസ് ആൻഡ് ദെയർ പെറ്റ്സ് എന്നാണ് തമാശക്ക് പറഞ്ഞതാണ്. അതാണ് സ്വന്തം ഫോട്ടോയും അല്ലെങ്കിൽ സ്വന്തം പെറ്റിനോട് കൂടെയുള്ള ഫോട്ടോയും വെച്ചിട്ടാണ്. നമുക്കറിയാം, നമുക്കൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നാർസിസിസ്റ്റാണ് പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിനെ പരിഹസിച്ച് പറഞ്ഞ നാർസിസിസ്റ്റ് ഇൻ ചീഫ് എന്നാണ്, എഡിറ്റർ ഇൻ ചീഫ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. 2009 എഴുതിയ ഒരു പുസ്തകമാണ് നാർസിസിസം എപ്പിഡമിക്. ജീൻ എം ട്രെഞ്ചും പിന്നെ അതുപോലെ കെയ്ത്ത് കാമ്പലും കൂടി എഴുതിയ പുസ്തകമാണ് നാർസിസിസം എപ്പിഡമിക്. അതായത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് നാർസിസിസം ഒരു പകർച്ചവ്യാധി ആയിരിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ കൃതി. അതില് 2009 പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ആകുമെന്ന് ഉള്ള ചിന്ത പോലും അമേരിക്കയിലൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഈ കൃതിയിൽ പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് ഹു പുട്സ് ഹിസ് നെയിം ഓൺ എവറിത്തിങ് ഹി ബിൽഡ്സ് ഹാസ് ഹിസ് ഓൺ TV show named a university after himself. Yes, there is a Trump University. And picks fights with talk show hosts is a great example of someone who is both successful and appears to be narcissistic എന്നാണ് അതിൽ പറഞ്ഞത്. ഒരു ഉദാഹരണം, നാർസിസിസത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം കാണിക്കാൻ വേണ്ടി ഇതെടുത്ത് മാത്രം. നാർസിസിസം എന്ന ഈ പദം എങ്ങനെയാണ് വന്നത് എന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഒരു ഗ്രീക്ക് പുരാവൃത്തത്തിൽ നിന്നാണ് ആ ഒരു ആശയം വരുന്നത് തന്നെ. അതായത് നാർസിസസ് എന്ന സുന്ദരനായ യുവാവ്, അയാളെ എക്കോ എന്ന ഒരു സുന്ദരിയായ അപ്സര സ്ത്രീ പ്രണയിക്കുന്നു. പക്ഷെ ആ പ്രണയം നാർസിസസ് തിരസ്കരിക്കുന്നു. അങ്ങനെ ആ തിരസ്കാരത്തിന്റെ വേദനയിൽ വെറും മാറ്റൊലി മാത്രമായിക്കൊണ്ട് ഇല്ലാതാവുകയാണ് എക്കോ. എക്കോയുടെ ഈ വേദനയിൽ മനം നൊന്ത് ഗ്രീക്ക് റിവെഞ്ച് ഗോഡസ്, പ്രതികാരത്തിന്റെ ദേവതയായ നെമസിസ് ഒരു ശിക്ഷ നൽകാൻ തീരുമാനിക്കുന്നു നാർസിസിന്. അങ്ങനെ നാർസിസസിനെ ഒരു തടാകത്തിനരികിലേക്ക് കൊണ്ടുവരികയും ആ തടാകത്തിൽ തന്റെ സ്വന്തം രൂപം കണ്ട് മതിമറന്ന് അതിൽ സ്വന്തം ഭംഗിയിൽ സ്വന്തം രൂപത്തിൽ തന്നെ പ്രണയത്തിലാണ് വേറൊന്നും ചെയ്യാതെ അങ്ങനെ ഇല്ലാതാവുന്ന ഒരു കഥാപാത്രമാണ് നാർസിസസ്. ആ പുരാവൃത്തത്തിൽ തന്നെ നാർസിസിസത്തിന്റെ ഒരു സൂചനയുണ്ട്. അതായത് നാർസിസിസം എന്നത് ഒരു നാർസിസിസ്റ്റ് എപ്പോഴും അത് സ്വന്തം മറ്റുള്ളവർക്ക് എത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമാക്കുന്നു എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണത്. കാരണം എക്കോ ആണ് നാർസിസിന്റെ ഇര എന്നത്. ഈ നാർസിസിസം എപ്പിഡമിക് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ നിന്നെടുത്ത 2 നിരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാർസിസിസത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഏതാണ്ട് മനസ്സിലാക്കി തരുന്ന 2 നിരീക്ഷണങ്ങളാണ്. പീപ്പിൾ വിത്ത് ഹൈ ലെവൽസ് ഓഫ് നാർസിസിസം think they are better than others in social status, good looks, intelligence, creativity. However, they are not. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെന്തല്ല അതല്ലാത്തതാണ് അവർ എന്ന് കാണിക്കാനുള്ള സൗന്ദര്യത്തിലും ബുദ്ധിയിലും കഴിവിലും സോഷ്യൽ സ്റ്റാറ്റസിലും ഒക്കെ ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് ഉള്ള ധാരണയുള്ളവരെയാണ് നാർസിസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. നാർസിസിസ്റ്റ്സ് സീ ദെംസെൽസ് ഫണ്ടമെന്റലി സുപ്പീരിയർ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗ്രാൻഡിയോസിറ്റിയാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണ്, മുന്നിലാണ്. ദേ ആർ സ്പെഷ്യൽ, എൻടൈറ്റിൽഡ് ആൻഡ് യുണീക്ക് എന്നാണ്. ഈ എൻടൈറ്റിൽമെന്റ് ഒക്കെ അങ്ങനെയാണ്. അതായത് എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ക്യൂ നിൽക്കാണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ് കിട്ടേണ്ടതാണ് എന്നുള്ള ഒരു ബോധമാണ് ഈ പറയുന്ന എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത്. നാർസിസിസ് ഓൾസോ ലാക്ക് ഇമോഷണലി വാം, കെയറിംഗ് ആൻഡ് ലവിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാക്ക് ഓഫ് എംപതിയാണ് നാർസിസിസ്റ്റിന്റെ ഒരു ലക്ഷണം. സഹാനുഭൂതി ഒന്നും
സാധാരണഗതിയിൽ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന അയാളുടെ അല്ലെങ്കിൽ അവളുടെ ആയുധപ്പെട്ടിയിലെ പ്രധാന ഇനമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന വാക്ക് വരുന്നത് 1940 ഒരു ഇംഗ്ലീഷ് മൂവിയിൽ നിന്നാണ്. അതിന്റെ 44 അമേരിക്കൻ ഹോളിവുഡ് മൂവിയുമുണ്ട്. അത് ആണ് കുറെ കൂടി പ്രശസ്തമായത്, കാരണം അതിന് ഒരുപാട് അക്കാഡമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാർസിസിസത്തിന്റെ എല്ലാ സ്വഭാവ അല്ലെങ്കിൽ ലക്ഷണങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായും അതിലെ ഇരയോട് കാണിക്കുന്ന ഒരു ചതിപ്രയോഗമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന സിനിമയിൽ നിന്നാണ് ഈ വാക്ക് മനഃശാസ്ത്രത്തിന് വന്നത്. എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്? ആ സിനിമയിൽ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് ഗ്രിഗറിയാണ്. ഗ്രിഗറി ശരിക്കും പറഞ്ഞാൽ ആൾമാറാട്ടക്കാരനാണ്. അയാൾ ശരിക്ക് ഒരു കൊലപാതകിയാണ്. ഒരു സ്ത്രീയെ അവരുടെ ലണ്ടനിലെ വീട്ടിൽ വെച്ച് കൊല ചെയ്യുകയും അവിടെ നിന്ന് വിലപിടിപ്പുള്ള രത്നങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ രത്നങ്ങൾ മോഷ്ടിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. ആ സ്ത്രീയുടെ സഹോദരിയുടെ മകളെ ഈ ഗ്രിഗറി, പോള എന്ന ആ സ്ത്രീയെ ഇയാള് പ്രണയം അഭിനയിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നു. പോളക്കറിയില്ല തന്റെ അമ്മയുടെ സഹോദരിയുടെ ഘാതകനാണ് ഗ്രിഗറി എന്ന്. എന്നിട്ട് പോളയുടെ പേരിലാണ് ആ വീട് അമ്മയുടെ സഹോദരി എഴുതി വെച്ചിരിക്കുന്നത്. ആ വീട്ടിലേക്ക് താമസം മാറുകയും അങ്ങനെ അവിടെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ പറ്റുമെങ്കിൽ ആ സിനിമ കാണേണ്ടതാണ്. അത് ഈ പോള കാണുന്നത് ചില അവസരങ്ങളിൽ രാത്രികാലങ്ങളിൽ ഈ വീട്ടിന്റെ ആറ്റിക് എന്ന് പറയും, അട്ടത്ത് ചില ശബ്ദങ്ങൾ ഉണ്ടാവുന്നു. കാലച്ചയുടെ ശബ്ദമാണ്. അതുപോലെ തന്നെയാണ് ആ വീട്ടിലെ ഗ്യാസ് ലൈറ്റ്, അവിടെ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ആ വീട്ടിലെ ഗ്യാസ് ലൈറ്റിന്റെ തിരി കുറയുകയും കൂടുകയും ചെയ്യുന്നു. വെളിച്ചം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നു. പോളക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. പോള ഇങ്ങനെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാലച്ചയുടെ ശബ്ദം കേൾക്കുന്നു, എന്തോ ശബ്ദം കേൾക്കുന്നു, ഗ്യാസ് ലൈറ്റിന്റെ വെളിച്ചം കുറയുകയും കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഗ്രിഗറി എന്ന ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ പറയുന്നത് അതൊക്കെ നിന്റെ ഭാവനയാണ്, എനിക്ക് തോന്നുന്നതാണെന്ന് പറയുന്നു. മാനിപ്പുലേറ്റ് ചെയ്യാണ്, എനിക്ക് തോന്നുന്നതാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഗ്രിഗറി ഈ ആറ്റിക്കിൽ പഴയ സാധനങ്ങൾക്കിടയിൽ രത്നക്കല്ലുകൾ പരതുകയാണ്. ആ പരതുന്നതിനിടയിൽ അയാൾ വെളിച്ചം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ വീട്ടിലെ മുഴുവൻ വെളിച്ചം കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നു. അയാളുടെ കാലച്ചയാണ് കേൾക്കുന്നത്. അപ്പോ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മാനിപ്പുലേറ്റീവ് ഡിസെപ്ഷനാണ് അവിടെ ഈ ഗ്രിഗറി പോളയോട് ചെയ്യുന്നത്. ആദ്യം തന്നെ പോളക്ക് സ്വന്തം മനസ്സിന്റെ സാനിറ്റിയിൽ തന്നെ സംശയം തോന്നിപ്പിക്കുക. അതായത് എനിക്കെന്തോ സംഭവിക്കുന്നു, ആം ഐ ക്രേസി എന്ന് തോന്നി. സ്വയം തന്നെ ഒരാള് ക്രേസി ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരോ ഒരു ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കാവുന്നതാണ് എന്നാണ് പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ പറയുക. അപ്പം ഇത് നിന്റെ ഭാവന മാത്രമാണ്, അങ്ങനെയൊന്നും നടക്കുന്നില്ലെന്ന് പറയും. അപ്പൊ ഈ ഗ്യാസ് ലൈറ്റിംഗ് ശക്തമാക്കാൻ വേണ്ടി ഉള്ള പരിപാടികളൊക്കെ ഗ്രിഗറി ചെയ്യുന്നുണ്ട്. അതായത് ഗ്രിഗറിയുടെ വാച്ച് എടുത്തിട്ട് പോളയുടെ ബാഗിലേക്ക് അറിയാതെ ഇടുന്നു. എന്നിട്ട് വാച്ച് പരതും, വാച്ച് കാണുന്നില്ല. അവസാനം വാച്ച് കിട്ടുന്നത് എവിടെ നിന്നാണ്? പോളയുടെ ബാഗിൽ നിന്നാണ്. അപ്പൊ പോളയോട് നീ അത്യാവശ്യം ചെറിയ മോഷണ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു. മൊത്തത്തിൽ പോള എന്ന സ്ത്രീക്ക് തന്നെ തന്റെ സാനിറ്റിയിൽ സംശയം തോന്നും. ഈ സാനിറ്റിയിൽ സംശയം തോന്നുമ്പോൾ ഇതൊന്ന് സംശയ ദൂരീകരണത്തിനായി പുറം ലോകത്ത് റെഫറൻസ് ലഭിക്കാൻ വേണ്ടി ആരുമായി ബന്ധപ്പെടാൻ ഇയാൾ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ, നീ വീട്ടിൽ പുറത്തുനിന്ന് ഇറങ്ങേണ്ട, കാരണം എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങേണ്ട. അപ്പൊ അയാൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകറ്റുകയും ചെയ്യുന്നു. ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു Britannica.com-ലെ ഒരു നിർവചനമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുക. ഇൻസിഡിയസ് ടെക്നിക് ഓഫ് ഡിസെപ്ഷൻ, വളരെ വിപുലവും വളരെ പ്രച്ഛന്നവുമായ വിശ്വസിപ്പിക്കൽ തന്ത്രം എന്നാണ്. ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. It gradually undermines the victim's confidence
in his own ability to distinguish truth from falsehood, right from wrong, or reality from appearance. അതാണ് സത്യവും അസത്യവും, ശരിയും തെറ്റും, അതുപോലെ യാഥാർത്ഥ്യവും കാഴ്ചയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുമെന്ന ഒരാളുടെ വിശ്വാസത്തെ തന്നെ തകർക്കുക, അണ്ടർമൈൻ ചെയ്യുന്നതാണ് ഗ്യാസ് ലൈറ്റ്. അതാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ ചെയ്യുന്നത്. പലപ്പോഴും ഇവരൊക്കെ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ വിധേയമായവരാണ്. അതുകൊണ്ടാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്നതിനെതിരെ സ്ത്രീകൾ തന്നെയാണ് ഈ കൂട്ട സംഘ നാർസിസിസം ചെയ്യുന്നത്. അതിന്റെ ഇരയെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത്. നമ്മൾ ശബരിമലയിലും കണ്ടത് അത് തന്നെയാണ്. സ്ത്രീകളെ തന്നെയാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഇരകളാണ് ഇവർ. ശരിക്കും പറഞ്ഞത് ഇവിടെ ഗ്യാസ് ലൈറ്റർ എന്ന് പറയുന്നത് സംഘങ്ങളാണ്, സംഘടിത മതങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസ രൂപങ്ങളാണ്. കലക്റ്റീവ് നാർസിസമാണ് നമ്മളിവിടെ കാണുന്നത്. നാർസിസത്തിന്റെ ഒരു സംഘ ഒരു നമുക്ക് സാധാരണത്തിൽ ഇങ്ങനെ പറയാവുന്ന മറ്റൊരു ഗ്യാസ് ലൈറ്റിങ്ങിന്റെ മറ്റൊരു രൂപമാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയും. ബന്ദികളായവർക്ക് അവരെ ബന്ദികളാക്കി വെച്ചവരോടുള്ള ഒരു സഹാനുഭൂതി, ഒരു സിമ്പതി, അതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. പലപ്പോഴും വിമാനം തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ബന്ദികളായവർക്ക് അവരെ ബന്ദികളാക്കി വെച്ചവരോട് തോന്നുന്ന സഹാനുഭൂതി, അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. കളക്റ്റീവ് നാർസിസം എന്നത് ശരിക്കും പറഞ്ഞാൽ 1930കളിൽ എറിക് ഫ്രോം എന്ന സൈക്കോ അനലിസ്റ്റ്, ഒരു പഴയ ജർമ്മൻ സൈക്കോ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റും മാർക്സിസ്റ്റ് തിങ്കറും ഒക്കെ ആയിരുന്ന തിയഡോർ അഡോണോ, ഈ രണ്ടുപേരാണ് ആദ്യമായിട്ട് ഈ കളക്റ്റീവ് നാർസിസിസം എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ചിട്ടും ഫാഷിസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരുതരം ഭ്രാന്താണ് ആയിരുന്നല്ലോ ഈ ഫാഷിസം അന്നത്തെ കാലത്ത്. യൂറോപ്പിൽ 30കളിലും 40കളിലും ഒക്കെ ഉണ്ടായിരുന്നത് കൂട്ട നാർസിസിസം വൈകല്യമായിരുന്നു കണ്ടിരുന്നത്. എന്താണ് കളക്റ്റീവ് നാർസിസത്തെ കുറിച്ച് പറയുന്നത്? എൻ എക്സാജറേറ്റഡ് ബിലീഫ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എൻ ഇൻഗ്രൂപ്പ്. ഇൻഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തുവാം? മതമാവാം, രാഷ്ട്രമാവാം, പാർട്ടിയാവാം. അതിന്റെ സുപ്പീരിയോറിറ്റിയിൽ അതിന്റെ അംഗങ്ങൾക്കുള്ള കടുത്ത വിശ്വാസം. അതിന്റെ സുപ്പീരിയോറിറ്റി മാത്രമല്ല, ഗ്രാൻഡിയോസിറ്റി, എൻടൈറ്റിൽമെന്റ്. ഞാൻ നേരത്തെ ആ വാക്കുകളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. പലപ്പോഴും എല്ലാ നാർസിസിസ്റ്റുകളും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരല്ല. എല്ലാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളും ഭീകരവാദികളോ ഒന്നും ആവണമെന്നില്ല. പക്ഷേ പലപ്പോഴും ഈ ഒരു അവസ്ഥ, ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മുടെ നോർവേയിലെ ആ തീവ്ര വലതുപക്ഷ കാരനായ ബ്രേവിക്കിൽ നമ്മൾ കണ്ടത് അതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഗ്രാൻഡിയോസിറ്റി എന്നത് ഈ നാർസിസിസത്തിന്റെ ഒരു ലക്ഷണമാണ്. സ്വയം തന്നെ വലിയ ആളാണെന്നുള്ള ഒരു ഭാവം. എനിക്ക് പ്രത്യേകിച്ച് എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ളതാണ്. അതാണ് എന്റെ എൻടൈറ്റിൽമെന്റ്, എന്റെ അവകാശവാദം അതാണ്. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് എനിക്ക് അർഹതയുണ്ട് എന്നാണ്. അതായത് ഒരു നാർസിസിസ്റ്റിന് എപ്പോഴും ഉള്ളത് ഒരു ട്രൂ സെൽഫ് ഉണ്ട്. അത് ഹോളോ ആണ്, അത് പൊള്ളയാതാണ്. അതിൽ നിന്നും തനിക്കൊരു സെൽഫ് എസ്റ്റീം കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളൊരു ഫാൾസ് സെൽഫ്, ഒരു വ്യാജ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു കോമ്പൻസേറ്ററി ഫാൾസ് സെൽഫ് ഉണ്ടാക്കിയെടുക്കുന്നു. അത് വെച്ചിട്ടാണ് പിന്നീട് ഈ ഗ്രാൻഡിയോസിറ്റി, ഞാൻ ഭയങ്കരമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഉള്ള വാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയും ബഹുമാനവും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നാർസിസിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രച്ഛന്ന നാർസിസിസ്റ്റ് ആണെങ്കിൽ അയ്യോ ഞാൻ വളരെ പാവമാണ്, ഞാൻ ഹമ്പിളാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നു, എന്നെ ഈ അവസ്ഥയിലാക്കിയതിന് കാരണം ഈ ജൂതന്മാരാണ്, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമാവുമായിരുന്നു, അവരാണ് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നൊക്കെയുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഈ നാർസിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ഒക്ടോബർ 13 എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഈ 3 നടിമാർ പറഞ്ഞത്. പത്മപ്രിയ, പാർവതി,
രേവതി. അവര് പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ വളരെ രസകരമായിട്ടാണ്. അവരെ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അവരുടെ സ്വന്തം ട്രൂ സെൽഫ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് മോഹൻലാലിനുള്ള ഒരു മറുപടിയാണ് എന്ന് പറയാമെങ്കിൽ പോലും അത് അവരുടെ ട്രൂ സെൽഫ് എന്താണ് എന്ന് എസേർട്ട് ചെയ്യുകയാണ് അതിലൂടെ ചെയ്തത്. യഥാർത്ഥത്തിൽ മലയാള സിനിമാ ലോകത്തിന്റെ ഈ പുരുഷമേധാവിത്വപരമായ നാർസിസിസ്റ്റിക് ഗ്രാൻഡിയോസിറ്റിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ ആ പത്രസമ്മേളനത്തെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു ആംഗ്രി റിയാക്ഷൻ. നാർസിസിസ്റ്റ് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആണ്. ആരിൽ നിന്നും പാഠം അവൾക്ക് ആവശ്യമില്ല. കാരണം എല്ലാ പാഠങ്ങളുടെയും എല്ലാം പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. എനിക്കെന്തിനാണ് എനിക്ക് ആരിൽ നിന്നും പാഠം പഠിക്കേണ്ടതില്ല എന്ന തോന്നൽ. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഞാൻ പലപ്പോഴും 1-2 അവസരങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ UGC അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ അധ്യാപകർക്ക് അവരുടെ പ്രമോഷനും മറ്റും ആവശ്യമായി ഇവിടെ അധ്യാപകർ ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും, അവർക്ക് ചില ക്ലാസുകൾ, ചില കോഴ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് UGCയുടെ നിയമം അനുസരിച്ച്. അപ്പം അങ്ങനെ ഈ അധ്യാപകർക്ക് അത്തരം ക്ലാസുകൾ നൽകാൻ വേണ്ടിയാണ് അക്കാഡമിക് സ്റ്റാഫ് കോളേജ് യൂണിവേഴ്സിറ്റികളിലുള്ളത്. അങ്ങനെ അധ്യാപന രംഗത്തല്ലാത്ത പുറത്തുള്ള ആളുകളൊക്കെ അവർ ക്ഷണിക്കും, എന്നിട്ട് ക്ലാസ് എടുക്കും. അപ്പൊ ഞാൻ മാധ്യമപ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങളെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് 1-2 തവണ എനിക്ക് പോകേണ്ടി വന്നിട്ട്. പലപ്പോഴും അധ്യാപകരിൽ നല്ല ഒരു മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സ് വളരെ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ. പക്ഷെ ഒരു 4-5 പേരൊക്കെ വളരെ പുച്ഛത്തോടുകൂടി നമ്മളിത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ള, ഞാനിത് സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ചെറിയ വിമർശനങ്ങളോട് പോലും രോഷം ശബരിമലയിൽ കാണുന്നതാണ്, മുത്തലാഖിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ചെറിയ വിമർശനങ്ങൾ, ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഒക്കെ വരുമ്പോൾ പോലും ഉള്ള പ്രതികരണം രോഷപ്രകടനമാണ്. സ്ട്രീറ്റിലാണ്, പിന്നെ അടുത്തത് സ്ട്രീറ്റിലാണ്. കോടതിയിലോ അല്ലെങ്കിൽ അത്തരം വേദികളിലോ അല്ല ഈ മറുവാദങ്ങൾ ഉന്നയിക്കുന്നത്, മറിച്ച് സ്ട്രീറ്റിൽ വെച്ച് ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. ആചാരം ലംഘിക്കുന്ന സ്ത്രീകളെ 2ആയി കീറിമുറിക്കുന്നതാണല്ലോ ഒരു നടൻ എന്നാണ് കൊല്ലം തുളസി പറഞ്ഞത്. അതാണ് ആംഗ്രി റിയാക്ഷൻ. പലപ്പോഴും ഈ നാർസിസിസ്റ്റിക് സംഘങ്ങൾ ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട്. പലപ്പോഴും കോൺസ്പിറസി തിയറിയിലാണ് ഉപയോഗിക്കുക. അതായത് അവരുടെ എന്തോ പ്രശ്നം, WCCക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. WCC എന്ന് പറഞ്ഞാൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. അവർക്ക് എന്തോ അജണ്ടയുണ്ടെന്നാണല്ലോ ഒരു ബാബുരാജ് എന്ന് പറയുന്ന നടൻ പറഞ്ഞത്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അവർക്കെന്തോ അജണ്ടയുണ്ട്. കോൺസ്പിറസി തിയറിയാണ്. എല്ലാ കോൺസ്പിറസി തിയറിയും ഇങ്ങനെയാണ്. അജണ്ട എന്താണെന്ന് പറയില്ല, പക്ഷെ എന്തോ ഒരു അജണ്ടയുണ്ട്. പിന്നെ നമ്മുടെ എതിർക്കുന്ന ആളെ, എതിർവശത്തുള്ള ആളെ, എതിർഭാഗത്തെ ഡീമണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എതിർവശത്തെ ആളെ എന്ത് ചെയ്യുക, അയാളെ ഹിറ്റ്ലറാന്ന് വിളിക്കുക, പിന്നെ തീർന്നു. ഡീമണൈസേഷനാണ്. എതിർഭാഗത്തുള്ള ആൾ ഹിറ്റ്ലറാണ്, നാഷണൽ സോഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ആണ് എന്നൊക്കെ വിളിച്ച് പേര് ഇട്ടുകൊടുക്കും. അതിന്റെ മറ്റൊരു രൂപമാണ് ലേബലിംഗ്. നമ്മൾ മലയാളത്തിൽ ചാപ്പ കുത്തുക എന്ന് പറയും. നമ്മളൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പേടിപ്പിച്ച് ഇരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് പറയാന്നറിയോ, ഒന്നുകിൽ സംഖ്യ എന്ന് വിളിക്കും. സംഖ്യ എന്ന് വിളിച്ചാൽ ഒരു ലിബറൽ സ്പേസിൽ ഒരാള് സംഖ്യ എന്നുള്ള പേര് വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം നിശബ്ദനാകാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ കൊങ്കി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാക്രി എന്ന് വിളിക്കാം. ഇതൊക്കെ പേരാണ്, ഇങ്ങനെയുള്ള ലേബലുകളാണ്, ചാപ്പകുത്തലുകളാണ്. അപ്പം ഞാൻ നേരത്തെ ഈ മുത്തലാഖ് വിഷയത്തിൽ പറഞ്ഞതാണ്. മുത്തലാഖിലെ അജണ്ട എന്താണ്? മുത്തലാഖ് ബില്ല് കൊണ്ടുവരുമ്പോൾ BJPക്ക് എന്തോ ഒരു അജണ്ട ഉണ്ടെന്നാണ്. കോൺസ്പിറസി തിയറി. ആ ഇഷ്യൂയെ കുറിച്ചല്ല പറയാം, മറിച്ച് BJP ഗവൺമെന്റ് അത് കൊണ്ടുവന്നെങ്കിൽ അവർക്കെന്തോ ഒരു വലതുപക്ഷ ഒരു അജണ്ട അതിലുണ്ട്. ഈ സംഘനാസിസത്തിന്റെ രോഷം എന്നത് പലപ്പോഴും ആൾക്കൂട്ട ആക്രമണമായിട്ടൊക്കെ മാറാം. അതാണ് നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങൾ കണ്ടത്, ഈ ലിഞ്ച് മോബിംഗ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അത് ലോൺ വൂൾഫ് അറ്റാക്കുകൾ. ഞാൻ നേരത്തെ ബ്രേവിക് എന്ന നോർവീജിയൻ തീവ്ര വലതുപക്ഷ ടെററിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ സംഘനാർസിസം ഉണ്ടാക്കുന്ന അപകടങ്ങളിലൊന്നാണ്. അതല്ലെങ്കിൽ മതരാഷ്ട്ര കിരാത വാഴ്ചയാവാം. എന്റെ മതമാണ്, ഞാൻ ജനിച്ചു വളർന്ന മതമാണ് ഏറ്റവും നല്ല മതം, എന്റെ മതമാണ് അവസാന മതം,
എൻ്റെ മതത്തിലെ പുസ്തകമാണ് ലാസ്റ്റ് വേർഡ് എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിശ്വാസ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സാന്താക്ലോസ് കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസ് ലൈറ്റിംഗിന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാറ്? ഗ്യാസ് ലൈറ്റിംഗ് ആണ് സാന്താക്ലോസ് കഥയിൽ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് ആണ്. കാരണം കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊന്നും ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഈ അവരുടെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ അവർ തന്നെ കൊടുത്തുകൊണ്ട് ഇത് സാന്താക്ലോസ് എന്ന് പറയുന്ന ഇല്ലാത്ത ആൾ, ഏതാണ്ടൊരു ദൈവം പോലെ തന്നെയുള്ള ആൾ, അയാൾ ഇത് തന്നതാണ് എന്ന് വിശ്വസിപ്പിക്കാം. ഗ്യാസ് ലൈറ്റിംഗ് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത്. നമ്മളൊക്കെ മതവിശ്വാസത്തിലും മറ്റേതെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന നമുക്കൊക്കെ അറിയാം, പലപ്പോഴും ഗ്യാസ് ലൈറ്റിംഗിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, എന്നാൽ അസാധ്യവുമല്ല. കാരണം ഗ്യാസ് ലൈറ്റിംഗിന്റെ ഒരു നാർസിസിസ്റ്റിന് എപ്പോഴും ഒരു കോ ഡിപ്പെൻഡന്റ് ഉണ്ട്. അതായത് ഒരു നാർസിസിസ്റ്റ് സ്വന്തം ഗ്രാൻഡിയോസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് തന്റെ കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇരയുടെ സഹായത്തോടു കൂടിയാണ്. ഇരയുണ്ട്. ഇര എന്നത് മറ്റേ ആളാണ്. മതത്തിൽ അല്ലെങ്കിൽ വിശ്വാസ കൂട്ടങ്ങളിലൊക്കെ ഇര എന്ന് പറയുന്നത് വിശ്വാസികൾ തന്നെയാണ്. ഈ വിശ്വാസമുണ്ടാക്കുന്ന ഗ്യാസ് ലൈറ്റിംഗിലൂടെ വിശ്വാസമുണ്ടാക്കുന്ന പുകപടലങ്ങൾക്ക് പുറത്ത് കടക്കുക എന്നത് അത്ര എളുപ്പമല്ലെങ്കിൽ പോലും അത് തീരെ അസാധ്യമാണ് എന്ന് തോന്നില്ല. നമ്മളിവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും ഇത്തരം ഗ്യാസ് ലൈറ്റിംഗിൽ നിന്ന് രക്ഷ നേടിയവരാണ്, അതിൽ നിന്ന് പുറത്തു വന്നവരാണ്. അടിസ്ഥാനപരമായി എല്ലാ വിശ്വാസങ്ങളും വിശ്വാസ രൂപങ്ങളും ഈ നാർസിസിസ്റ്റിക് ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം ഡിസെപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക തരം ഡിസെപ്റ്റീവ് ടെക്നീക്കാണ് ഈ വിശ്വാസ രൂപങ്ങൾ നമ്മൾ കാണുന്നത്. അതാണ് കോഡിപ്പെൻഡന്റ് ഇല്ലാതെ ഒരു നാർസിസിസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ എൻലൈറ്റൻമെന്റ് ജ്ഞാനോദയ യുഗത്തിന്റെ ജ്ഞാനോദയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ജ്ഞാനോദയ പൂർവ്വകാലം എന്നത് മതവിശ്വാസങ്ങളുടെ ഗ്യാസ് ലൈറ്റിംഗ് സാധ്യമാകുന്ന വിധം വിശ്വാസികളുടെ കോഡിപ്പെൻഡൻസി വളരെ ശക്തമായിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇന്ന് താങ്ക്സ് ടു എൻലൈറ്റൻമെന്റിന് ശേഷം ഈ വിശ്വാസങ്ങളുടെ വിശ്വാസ്യതക്ക് വളരെയധികം മൂല്യത്തകർച്ച നേരിട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ എൻലൈറ്റൻമെന്റിന് വളരെയധികം ശക്തമായ അടിത്തറയുള്ള സമൂഹങ്ങളിൽ മതത്തിന്റെ ഗ്രാൻഡിയോസിറ്റിയും മതത്തിന്റെ എൻലൈറ്റൻമെന്റും മതത്തിന്റെ പ്രത്യേക അവകാശവാദങ്ങളും ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അതൊന്നുമില്ല. പള്ളിയിലൊന്നും ആളില്ലെന്നുള്ളതാണ്. ഇപ്പം മതം വലിയ കാര്യമായിട്ടൊന്നും ആരും അവിടെ കരുതുന്നുമില്ല. പക്ഷെ നമ്മുടേത് പോലുള്ള സമൂഹങ്ങളിൽ ഇപ്പോഴും പ്രീ എൻലൈറ്റ്മെന്റ് കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള മത്സരത്തിലാണ് നാം ഇന്നുള്ളത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ശബരിമല പ്രതിഷേധം എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി. ഇനി ചോദ്യോത്തര വേളയാണ്. സാർ, ഈ നാർസിസം ഒരു സൈക്കോളജിക്കൽ ഡിസീസ് എന്നുള്ള രീതിയിലാണല്ലോ സാർ പറയുന്നത്. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ ഒരു ഗ്രൂപ്പിന് ഇതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും റെമഡിയൽ ഒരു മെഡിസിൻ അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? നാർസിസിസ്റ്റിനെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവിൽ ഈ മനഃശാസ്ത്ര ലിറ്ററേച്ചറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. ഒരു നാർസിസിസ്റ്റ് കനോട്ട് ബി ട്രീറ്റഡ്. നാർസിസിസം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. രോഗമെന്നുള്ള അവസ്ഥയല്ല, രോഗലക്ഷണങ്ങളുള്ള അവസ്ഥയാണ്. അതൊരു പാത്തോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടകരമായ അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് നാർസിസിസ്റ്റിനെ ചികിത്സിക്കൽ ബുദ്ധിമുട്ടാണ്. നാർസിസിസ്റ്റിന്റെ ഇരകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ പുകപടലങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് നാർസിസം എന്താണെന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഞാൻ ഒരു നാർസിസിസ്റ്റിന്റെ ഇരയാണ് എന്ന് തോന്നും. അതാണ് ഞാൻ പറഞ്ഞ വിശ്വാസ കൂട്ടങ്ങളിലുള്ള വിശ്വാസികളാണ്. നമ്മളിപ്പോ കണ്ടില്ലേ, മുത്തലാഖിനൊക്കെ അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ടാണ്. അവർ ആത്മാർത്ഥമായിട്ടാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അവരൊക്കെ ഗ്യാസ് ലൈറ്റഡ് ആണ്. ഈ വിശ്വാസം അവരുടെ മസ്തിഷ്കത്തിലുണ്ടാക്കിയ ഗ്യാസ് ലൈറ്റിംഗിന്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ അവർ. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഈ രോഗം ചികിത്സിക്കാൻ സാധ്യമല്ല.
താങ്ക് യു. എന്റെ ചോദ്യം, രാവിലെ ഭരണഘടനയുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ്സ് സന്നദ്ധെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയിലെ സത്യവാചകം ചൊല്ലുമ്പോൾ ഖുറാന്റെ പേരിലോ ബൈബിളിന്റെ പേരിലോ അങ്ങനെ ഇത് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ലൈറ്റിങ്ങിന്റെ കാര്യം കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളാകാം അല്ലെങ്കിൽ മുതിർന്നവരാകാം, അവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ ഈ കൗൺസിലേഴ്സ് ഏത് ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്? ഈ വിശ്വാസത്തിന്റെ ആ ഒരു ഇതിൽ നിർത്തിക്കൊണ്ടാണോ അവർ കൗൺസിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കേണ്ടതല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഇത് മനഃശാസ്ത്രജ്ഞരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ശരിക്കും വെച്ചാൽ കൗൺസിലേഴ്സിനെ സെലക്ട് ചെയ്തതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ മനഃശാസ്ത്ര ആശയത്തെ ഞാൻ എൻ്റെ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചത് മാത്രമാണ്. ഈ മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസക്കൂട്ടങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. മനഃശാസ്ത്രത്തിൽ ഞാനൊരു വിദ്യാർത്ഥി. നാർസിസിസത്തിന്റെ ലക്ഷണങ്ങൾ ഫാസിസത്തിനും ചേരുമോ? മോദി ഒരേ സമയം നാർസിസിസ്റ്റും ഫാസിസ്റ്റുമാണോ, അതോ ഇതിലേതെങ്കിലും ഒന്നുമാണോ? എങ്ങനെയാണ് അതിനെ, മോദിയെ എങ്ങനെയാണ് സർ കാണുന്നത്? ഞാൻ അങ്ങനെ ഒരു എല്ലാ ലീഡേഴ്സ് ഉണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു അർത്ഥത്തിൽ നാർസിസ്റ്റുകളാണ്. കാരണം കുറച്ചൊരു ഗ്രാൻഡിയോസിറ്റി ഒക്കെ ഉള്ളിലില്ലെങ്കിൽ നേതൃത്വത്തിലേക്കൊന്നും വരാൻ കഴിയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവരും അല്പമൊക്കെ നാർസിസ്റ്റ് സ്വഭാവമുള്ളവരാണ്. പത്മപ്രിയയും രേവതിയും പാർവതിയും ചെയ്ത് അവരെ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് മുമ്പിലുള്ള പത്രക്കാർക്ക് അവരെയൊക്കെ അറിയാം. പക്ഷെ അത് അവരുടെ ട്രൂ സെൽഫ് എന്താണെന്ന് പറയാണ്. അപ്പൊ ഈ നേതാവ് വന്നിട്ട് പറയാച്ചാൽ, ഇത് കൃഷ്ണൻ നമ്മുടെ സംഘടനയുടെ ട്രഷറർ, മറ്റേത് രാജീവൻ, ഇത് മറ്റേ സെക്രട്ടറി. ഞാൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്നെ എല്ലാവർക്കും അറിയാലോ എന്നാണ്. അപ്പോൾ ഒരല്പമൊക്കെ നാർസിസ്റ്റുകളാണ് എല്ലാ നേതാക്കന്മാരും. പിന്നെ ചില നേതാക്കന്മാർക്ക് പ്രത്യേക മസിലുണ്ടെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായ ചില എന്തൊക്കെയോ ഉണ്ടെന്നോ ഉള്ള ധാരണയുള്ള ആൾക്കാരെ വേണമെങ്കിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയാം. നമ്മൾ ട്രംപിനെ കുറിച്ച് പറയുന്നില്ല, ട്രംപ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാർസിസിസ്റ്റിന്റെ സ്വഭാവങ്ങളൊക്കെ അയാൾക്കുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് എല്ലാത്തിലും ട്രംപിന്റെ പേരുണ്ടാവും. സർ, ഞാൻ രാമചന്ദ്രൻ. സാറേ പറഞ്ഞായിരുന്നു, നാർസിസിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരുന്നു, ആദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് മനസ്സിലായില്ല? മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് മീൻസ് സംതിങ് ഈസ് സ്പെഷ്യൽ ഇൻ മീ. ദാറ്റ് ഷുഡ് ബി ഷോൺ ടു യു ആൻഡ് ദാറ്റ് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ബൈ മീ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നാർസിസ്റ്റാണ് പറയാൻ കാരണം, ഇപ്പോൾ സാറ് പറഞ്ഞായിരുന്നല്ലോ, ദിസ് വൺ ഒരു ഇത് നടത്തിയായിരുന്നല്ലോ, പ്രസ്താവന സിനിമാ താരങ്ങളുടെ, അവർക്കും ഒരു നാർസിസ്റ്റിക് ലുക്ക് തന്നെയായിരുന്നു. ദേ വാണ്ട് ടു ഷോ ദെയർ ഐഡന്റിറ്റി, ദാറ്റ് ഈസ് ദ മോഡസ് ഓപ്പറാൻഡി, ദാറ്റ് ഈസ് അനദർ മെത്തേഡ്. പക്ഷെ അവരുടെ ഐഡിയ മറ്റുള്ളവരടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ്. എവരിബഡി ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ് ഓൺലി. Then how we can able to just distinguish narcissism is good or bad? നാർസിസം എന്നത് ഞാൻ പറഞ്ഞില്ല, ഏറിയും കുറഞ്ഞും നമ്മളിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒക്കെയുള്ള ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കൊച്ചു കൊച്ചു നാർസിസിസ്റ്റുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ, ഇന്നത്തെ ഈ ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതിനുള്ള ടെൻഡൻസിയും കൂടുതലാണ്. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതൊക്കെ നമ്മളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഒരു പാത്തലോജിക്കൽ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അത് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോഴാണ് ചികിത്സ. ഈ എന്തിനാടി മറച്ചെന്ന് പറഞ്ഞ സ്ത്രീകൾ തന്നെ അത് ആദ്യം അത് റിജക്ട് ചെയ്തായിരുന്നു. സതിയുടെ കാര്യത്തിലും സംഭവിച്ചത് തന്നെയായിരുന്നു. ഇതെല്ലാം നാർസിസത്തിന്റെ മറ്റൊരു വകഭേദമല്ലേ? ഇനി പറയാൻ കാരണം, അന്ന് ചെയ്തത് മറയ്ക്കണം എന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് വർഷങ്ങളോളം ഏറ്റെടുത്തു, അല്ലേ? ഇപ്പോഴും കാണുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിൽ കാണിക്കുന്ന സംഭവം തന്നെ. ഈ പറഞ്ഞിരിക്കുന്ന 10-നും 50-നും ഇടയ്ക്കുള്ള ആൾക്കാർ ശബരിമലയ്ക്ക് സ്ത്രീകൾ പോകുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം. ഐ തിങ്ക് മറ്റുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ ഒത്തിരി സമയം എടുക്കുമെന്നുള്ളതാണ് സത്യം.
This also shows the symbol of Nazism. അല്ലേ? അത് നാർസിസം ഈസ് നോട്ട് ഷോയിങ് ഹിസ് ഓർ ഹെർ ട്രൂ സെൽഫ്. ഒരു ഫാൾസ് സെൽഫാണ് കാണിക്കുന്നത്. ആ ഫാൾസ് സെൽഫ് കാണിച്ചൊരു വ്യാജ വ്യക്തിത്വം കാണിച്ചുകൊണ്ടാണ് നാർസിസിസ്റ്റ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു ശരിക്കും ഒരു സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് അയാൾക്ക് അങ്ങനെ ഒരു ഫാൾസ് സെൽഫ് എസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ഫാൾസ് സെൽഫിന്റെ ഒരു കൃത്രിമ സെൽഫ് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അയാൾ എന്താണ് അവൾ എന്താണെന്നുള്ളത് അവരുടെ പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ള കഴിവിനെ തന്നെ ഭയങ്കര വലുതാണ് എന്നുള്ള ഒരു എക്സാജറേറ്റഡ് ഒരു വീക്ഷണമുള്ളപ്പോഴാണ് അത് നാർസിസം ആവുന്നത് എന്നാണ്. ഇപ്പൊ ട്രൂ സെൽഫും ഫാൾസ് സെൽഫും ഉണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചാൽ ഇപ്പം മലയാള സിനിമയിലെ ഈ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാൾസ് സെൽഫ് ഉണ്ടാക്കി എടുക്കുകയാണ്. അത് പുരുഷ കേന്ദ്രീകൃതമാണ് സിനിമാ ലോകം എന്നുള്ള ഒരു കൃത്രിമമായ ഒരു ഫാൾസ് ഒരു ഐഡിയ ഉണ്ടാക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിമൻസ് കളക്റ്റീവ് ഇൻ സിനിമ ഒക്കെ. അതിന് ചെയ്ത ഒരു രീതി ഞാൻ ഉദാഹരണമായി എടുത്തെന്ന് പറയാം. അവരെ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരാരാണെന്ന് പറഞ്ഞുകൊണ്ട് എസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. നിലനിൽക്കുന്ന സാമൂഹ്യ വിശ്വാസങ്ങളുടെയും മറ്റ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങൾക്കുമെതിരായിട്ടുമുണ്ട് ഞാൻ എൻ്റേതായ ഒരു യുക്തിബോധത്തിൽ ഒരു എൻലൈറ്റ്മെന്റിലൂടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഞാൻ മറുഭാഗം തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ എടുക്കുന്ന എൻ്റെ സ്റ്റാൻസ്, എൻ്റെ നിലപാടുകൾ, എൻ്റെ അന്വേഷണങ്ങൾ, എൻ്റെ ഗ്യാസ് ലൈറ്റ് എൻക്വയറി എന്ന് പറയുന്നത് എങ്ങനെ ഒരു നാസിസമാകും? അത് നാസിസമാണോ? അല്ലല്ല, നാസിസം എന്ന് പറയുന്നത് ഞാൻ വിശ്വാസങ്ങളുടെ തന്നെ നാസിസം എന്ന് പറയുന്നതാണ് ഫാൾസ് ആണെന്നുള്ളതാണ്. അതായത് തെളിവില്ലാത്ത ഏത് ധാരണകളും വിശ്വാസമാണ്. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തത് എന്താണ് അതാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ ഊതി വീർപ്പിക്കുക അല്ലെങ്കിൽ ഉള്ളതിനെ തന്നെ ഊതി വീർപ്പിച്ച് കാണിക്കുക, ഇതാണ് നാർസിസം എന്നത്. വിശ്വാസങ്ങൾക്കൊക്കെ ഈ ഒരു സ്വഭാവം ഉണ്ട് എന്നാണ്. കാരണം അവരല്ലാത്തത് അത് എന്താണോ അതല്ലാത്തത് അത് അതാണെന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത അതിനുണ്ടാവും. അതാണ് ഗ്രാൻഡിയോസിറ്റി. ഞാൻ ഭയങ്കര സംഭവമാണ്, എന്റെ മതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, അവസാനത്തെ മതമാണ്, ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഇതൊന്നുമല്ല, ഇല്ലാത്തതാണ് ഉണ്ട് എന്ന് പറയുന്നത്. കളക്റ്റീവ് നാർസിസത്തിനകത്ത് സാറ് പറഞ്ഞു ഇരകളെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന്. അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്, അവരെ തന്നെ കോപ്പി ചെയ്യുന്നുണ്ട്. അതായത് പുതിയ നാർസിസ്റ്റുകളെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളെ. തീർച്ചയായിട്ടും. അതായത് അപ്പൊ അതിന്റെ വേറൊരു ചോദ്യം, അതുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൈക്കിക് ഡിസോർഡർ, ഇന്നേ വരെ ഒരു സൈക്കിക് ഡിസോർഡറും പകർച്ചവ്യാധിയല്ല, ഈ ഒരു സൈക്കിക് ഡിസോർഡർ പകർച്ചവ്യാധിയാണോ? എപ്പിഡമിക് ആണെന്ന് പറയാം. കാരണം അറിയോ, പുതിയ കളക്റ്റീവ് നാർസിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ പുതിയ കുടുംബങ്ങൾ, വീടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മതമാണ്, എന്റെ വിശ്വാസമാണ്, എന്റെ പാർട്ടിയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ്. അർത്ഥത്തിൽ അതൊരു പകർച്ചവ്യാധി തന്നെ. എപ്പിഡമിക് നാർസിസിസം എപ്പിഡമിക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. അപ്പം കളക്റ്റീവ് നാർസിസിസം ഇല്ലാതാവണമെങ്കിൽ അതിലെ കുറെയെങ്കിലും ഈ നാർസിസത്തിന്റെ ഫോഗിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന നമ്മളിൽ ചിലർ ഇപ്പോഴുള്ള ആളുകൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഒരുപക്ഷെ അത്തരം ഫ്രീ തിങ്കേഴ്സ് ആണ് ഈ ലോകത്തിന്റെ പ്രതീക്ഷ എന്ന് പറയാം എന്ന് തോന്നുന്നു. വളരെ നന്ദി സാർ.